ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അപ്സ്റ്റോക്സിൽ നമ്മൾ വാങ്ങിച്ചൊരു ഷെയർ എങ്ങനെ സെല്ല് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അപ്സ്റ്റോക്സിൽ എങ്ങനെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാമെന്നൊരു വീഡിയോ ഇതിനു മുമ്പ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കൂടാതെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടിയുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അപ്സ്റ്റോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഹോം പേജിലേക്കാണ് വരുന്നത്. അവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത സ്റ്റോക്കിൻ്റെ ഇതുവരെയുള്ള നെറ്റ്വർത്ത് വാല്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ 121 രൂപയുടെ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു സ്റ്റോക്കാണ് പർച്ചേസ് ചെയ്തത്. ഒരു ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്തുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഇതുവരെയുള്ള നെറ്റ്വർത്ത് വാല്യൂ 134, അതായത് 12.55 രൂപയോളം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് അപ്സ്റ്റോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു ഹോം പേജിലേക്ക് നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് പർച്ചേസ് ചെയ്തോളൂ. നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാമെന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടി ഞാൻ ഒരു ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്തോളൂ. അപ്പോൾ അതെങ്ങനെ സെല്ല് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ ഒരു ഗ്രാഫ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെയുള്ള ഒരു സമ്മറി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ 121 രൂപ പെയ്ഡ് ചെയ്താണ് ഈ സ്റ്റോക്ക് ബൈ ചെയ്തത്. ഇപ്പോൾ ടോട്ടൽ P&L എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 12.55 രൂപ കാണിക്കുന്നുണ്ട്. അതാണ് ഇതുവരെയുള്ള നമ്മുടെ പ്രോഫിറ്റ്. പിന്നെ ഇന്നത്തെ എന്ന് പറയുന്നത് -1.4 ആണ്, അതായത് ഇന്ന് കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ ഇതുവരെയുള്ള കറൻറ്റ് വാല്യൂ 134 രൂപയാണ്. ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് ഇതുവരെയുള്ള കറൻറ്റ് വാല്യൂ ആണ് ഈ 134. ഞാൻ 121 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത സ്റ്റോക്ക് ഇപ്പോൾ 134 രൂപ ആയിട്ടുണ്ട്. പിന്നെ വ്യൂ സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ താഴെ സെല്ല് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്വാണ്ടിറ്റിയാണ് സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ക്വാണ്ടിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഒരു സ്റ്റോക്ക് ബൈ ചെയ്തത്, അപ്പോൾ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൽ എത്ര ഷെയർ വിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ കസ്റ്റം ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ എത്ര സ്റ്റോക്ക് നിങ്ങളിപ്പോൾ വിൽക്കുന്നുണ്ട് നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ക്വാണ്ടിറ്റിയാണ് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓൾ ഹോൾഡിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് താഴെ കാണുന്ന കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ചാർജസ് ഇവർ ഈടാക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഇപ്പോൾ എസ്റ്റിമേറ്റഡ് ചാർജ് എന്ന് പറഞ്ഞൊരു 3.9 രൂപയോളം ഇവർ പിടിക്കുന്നത്, അതായത് ഇവരുടെ ബ്രോക്കറേജ് ചാർജാണ് ഈ 3.94 രൂപ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ കുറച്ച് ടാക്സസ് അതൊക്കെ ആയിട്ട് 0.6, അങ്ങനെ ടോട്ടൽ 3.94 രൂപയോളം ഇവരൊരു എസ്റ്റിമേറ്റഡ് ചാർജ് ഈടാക്കുന്നുണ്ട്. കൂടാതെ താഴെ നമുക്കിവിടെ ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു 12.5 രൂപയോളം ഒരു GST, ഒരു DP ചാർജ് എന്ന് പറഞ്ഞ് ഇവർ ഈടാക്കുന്നുണ്ട്. അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി സ്റ്റോക്ക് ബൈ ചെയ്താലും ലാസ്റ്റ് വിൽക്കുന്ന സമയത്ത് ഈ 18.5 രൂപയോളം നമുക്ക് ഇവർ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റോക്കല്ലേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്റ്റോക്ക് വിൽക്കുമ്പോൾ എനിക്ക് 12 രൂപയോളമാണ് ലാഭം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ സ്റ്റോക്ക് വിൽക്കുമ്പോൾ ഈ 18 രൂപയും പിന്നെ ഈ 3.9 രൂപയും എസ്റ്റിമേറ്റഡ് ചാർജ് കഴിഞ്ഞ് എനിക്ക് വിൽക്കുമ്പോൾ ഇത് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഒരു ക്വാണ്ടിറ്റി ഷെയർ മേടിച്ചുകൊണ്ടുള്ള പ്രശ്നമാണ് ഇത് കാണുന്നത്. ഇപ്പം നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ ഈ 18 രൂപ പിന്നെ എസ്റ്റിമേറ്റഡ് ചാർജ് മാത്രമാണ് ഇവർ ഈടാക്കുന്നുള്ളൂ, ബാക്കി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്വാണ്ടിറ്റിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. പിന്നെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ എസ്റ്റിമേറ്റഡ് ചാർജ് കഴിഞ്ഞ് ഒരു ടോട്ടൽ എമൗണ്ട് 129 ഇവിടെ കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു GST പോലെ 18.5 രൂപയോളം ഈടാക്കുന്നുണ്ട്. അപ്പോൾ അത്രയും രൂപ പിടിച്ച് ബാക്കിയുള്ള എമൗണ്ടാണ് എനിക്ക് കിട്ടുകയുള്ളൂ. ഇനി താഴെ കൺഫേം ടു സെൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ സ്റ്റോക്ക്
സെല്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ഈ സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ സെല്ല് ചെയ്താലും എനിക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യാമെന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.